അസ്സലാമു അലൈക്കും ഗായ്സ്. അപ്പോൾ 3 days വ്ളോഗുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പെരുന്നാൾ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നോമ്പുതുറൊക്കെ കഴിഞ്ഞ ശേഷം ഈ ഒരു ന്യൂസാണ് കാണുന്നത്. നാളെയാണ് ഗൾഫിൽ പെരുന്നാൾ എന്ന്. പിന്നെ ഫുള്ള് തിരക്കായി. ഇതിന് വേണ്ടിയിട്ടുള്ള ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഫിത്തർ വരെ നമുക്ക് ഒരുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. നോമ്പ് 30 കിട്ടുമെന്ന വിശ്വാസത്തിൽ അങ്ങനെ ഒന്നും റെഡിയാക്കാതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി പിന്നെ ഫിത്തറിനുള്ള അരിയും പിന്നെ പെരുന്നാളിനേക്കുള്ള എല്ലാ ഫുഡ് ഐറ്റംസും പുഡിങ്ങും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ മെഹന്തിയൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫിത്തറിനുള്ള അരി കൊടുക്കാനും മെഹന്തി ഇടാനും ഒക്കെ ഞങ്ങളുടെ പഴയ വില്ലയിലേക്കാണ്. അവിടെ പോയാൽ പിന്നെ അടിപൊളി വൈബാണ്. അവിടെ നിന്ന് ഞങ്ങൾ പെരുന്നാൾ സെൽഫിയൊക്കെ എടുത്ത് രാത്രി 12:30 ആയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന കിസൈസിലെ തിരക്കാണ് ഈ കാണുന്നത്. അടിപൊളി വൈബാണ്. പെരുന്നാൾ തലേന്ന് ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങാറുണ്ടായിരുന്നില്ല. നൗഫൽഖാൻ്റെ ഷോപ്പിൻ്റെ ഭാഗത്തുള്ള തിരക്കാണിത്. കാരണം അവിടെയൊക്കെ സലൂണാണ്. സലൂണിൽ പിന്നെ പെരുന്നാൾ തലേന്ന് ഫുള്ള് തിരക്കായിരിക്കും. നൗഫൽഖൊക്കെ പിറ്റേന്നാണ് വരിക. ഇതൊക്കെ കവർ ചെയ്തുകൊണ്ട് ഞാനും ഹിബയും ഞങ്ങളുടെ വില്ലയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ടൈം 1:30 ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് എത്ര അർദ്ധരാത്രി വേണമെങ്കിലും ലേഡീസിനൊക്കെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാം. കാരണം അത്രയ്ക്ക് സേഫാണ് നമ്മുടെ UAE. ഈദിന് വേണ്ടി അലങ്കരിച്ച ഒരു അറബിക് ഹോമാണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഇങ്ങനെയാണ് എല്ലാ നോമ്പിനും ഒക്കെ ഇതുപോലെ അലങ്കരിക്കും. വീട്ടിൽ വന്ന ശേഷം പിന്നെ ഞങ്ങൾ വേഗം കുക്കിംഗ് പ്രിപ്പറേഷൻ തുടങ്ങി. ഹിബ അവളുടെ പുഡിങ്ങും ഞാൻ ബീഫ് ഫ്രൈയും പായസവും ഒക്കെ റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു. പിന്നെ ഉറങ്ങാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. മോർണിംഗ് 5:30 ആയപ്പോൾ നൗഫൽഖ വന്ന ശേഷം പിന്നെ ഞങ്ങൾ ഈദ്ഗാഹിന് പോയി. ഇങ്ങനെയൊക്കെ കൂടുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു പെരുന്നാൾ വൈബൊക്കെ വരുന്നത്. തിരിച്ച് വീട്ടിലെത്തിയ ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിച്ചു. പെരുന്നാളാണല്ലോ. അത് കഴിഞ്ഞൊരു ഉറക്കം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പാർക്കിലേക്ക് കുറച്ച് ഫോട്ടോഷൂട്ടിന് അയച്ചെന്നു. പെരുന്നാളിന് നൗഫൽഖ ലീവ് എടുക്കാത്ത നൗഫൽഖിൻ്റെ കടയിലൊക്കെ പോയി. പിന്നെ ഞങ്ങൾ പിറ്റേന്നാണ് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകും. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കസിൻ്റെ റൂമിലേക്ക് പോയ ശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോകും. ഈദ് ഡേയുടെ അന്ന് തന്നെയായിരുന്നു ഹിബയുടെ ബർത്ത്ഡേയും. അപ്പോൾ പിന്നെ ഞങ്ങൾ അന്ന് കേക്കൊന്നും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങിയിട്ട് നേരെ KFCയിലേക്ക് പോയി. ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതോടൊപ്പം അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഹാദിൻ നൗഫൽഖയും ഒരുപോലുള്ള ഡ്രസ്സായിരുന്നു ഈദിന് എടുത്തിട്ടുണ്ടായിരുന്നത്. റോഡിലൊക്കെ ഇങ്ങനെ ഈദ് വിഷസ് കാണാമായിരുന്നു. ഈദായതുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് കരുതി ഹത്തയിലേക്കാണ് പിന്നെ ഞങ്ങൾ തീരുമാനിച്ചത്. പോകും വഴി ഇങ്ങനെ പാകിസ്ഥാനികൾ ഇങ്ങനെ കൂടി നിന്ന് ഡാൻസ് ചെയ്യുന്നത് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് ഹത്തയിലേക്ക്. ഗൂഗിൾ മാപ്പിൽ 1.5 hours കാണിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവിടെ എത്തുമ്പോൾ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. ഒമാൻ ബോർഡറിലാണ് ഹത്തയുള്ളത്. റോഡിലെ ഈ പോസ്റ്റിലെല്ലാം ഓരോ ചെറിയ പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പോസ്റ്റർ. അത് കാണുമ്പോൾ തന്നെ നമ്മളും ചൊല്ലിപ്പോകും. ഒരു അപൂർവ കാഴ്ച തന്നെയായിരുന്നു അത്. അങ്ങനെ ഏകദേശം ഹത്തയിലെത്തി. പക്ഷേ ഇവിടെ നിന്നും ഇനി ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. ഹത്തയിൽ വന്നാൽ ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുണ്ടെന്ന് പിന്നീടാണ് അറിഞ്ഞത്. പക്ഷേ വന്ന ടൈം നേരം വൈകിയതിനാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എവിടേക്കും പോകാൻ കഴിഞ്ഞില്ല. കൂടുതൽ ടൈമും ഈ കാറിൽ തന്നെയായിരുന്നു. ഹത്ത ഓൺ ദ വേയിൽ ഒരു നീം ലേക്ക് ഉണ്ട്. അതാണ് ആ കാണുന്നത്. ഇവിടെ കയറിയാൽ പിന്നെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പിന്നെയും വൈകുമല്ലോ എന്ന് കരുതി ഞങ്ങൾ പിന്നെ ഇവിടെയും പോയില്ല. ഏകദേശം അടുത്തെത്തിയപ്പോൾ പോകും വഴി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അവരുടെ ബസ്സിലാണ് ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോയിരുന്നത്. ബസ്സിൽ കയറിയപ്പോൾ ഒരു പിക്നിക്കിനൊക്കെ വന്ന ഫീലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഇതുവരെ ഇരുന്ന വിഷമം എല്ലാം മാറി കിട്ടി. കാരണം അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു ആ ഒരു പ്ലേസ് കാണാൻ വേണ്ടിയിട്ട്. കാരണം തിരിച്ചു പോയാലോ എന്ന് വരെ കരുതിയിരുന്നതാ. അത്രയ്ക്ക് നേരം വൈകിയിരുന്നു. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ നേരത്തെ വരാമായിരുന്നു എന്നാണ് തോന്നിയത്. UAEയിലുള്ളവർക്കും വിസിറ്റ് ചെയ്യുന്നവർക്കൊക്കെ കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. എന്തായാലും മിസ്സാക്കണ്ട, ഒന്ന് വന്ന് കണ്ടു നോക്കൂട്ടോ. ഈ ഒരു പ്ലേസ് തന്നെ ഒരുപാട് കാണാനുണ്ട്. പിന്നെ കയാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ കുറേ എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ആ ഒരു വാട്ടർഫോളിൻ്റെ സ്പോട്ടിലേക്ക് നമുക്ക് സ്റ്റെപ്പായിട്ടും ഇറങ്ങാം. ഇതുപോലെ ഇങ്ങനെ ഒരു ബ്രിഡ്ജും കൊടുത്തിട്ടുണ്ട്. ബ്രിഡ്ജാണ് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞങ്ങൾ പകുതി വരെ പോയിട്ട് പിന്നെ തിരിച്ചു പോന്നു. കാരണം ടൈം ഒരുപാട് വൈകിയതിനാൽ അവിടേക്ക് പോയി വരുമ്പോഴൊക്കെ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ തിരിച്ചു പോകാൻ നിന്നു. ഡേ ടൈമിൽ ഒരിക്കൽ കൂടി വന്ന് ഇവിടെയൊക്കെ ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്യാമെന്ന് തോന്നി. ഇവിടുത്തെ ഫുഡ് കോർട്ടിലെ തിരക്കാണ് ഈ കാണുന്നത്.
അന്നത്തെ ഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, വെള്ളം പോലും വാങ്ങാൻ കഴിയുന്നില്ല, അത്ര തിരക്കായിരുന്നു. പിന്നെ ഇവിടുത്തെ ഈ വാട്ടർഫാളിൻ്റെ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല, എന്നാൽ ഇവിടെ നിന്ന് കാണാൻ തന്നെ അത് വളരെ മനോഹരമായിരുന്നു. നൈറ്റായിട്ടും ഈ ഡാമിലൊക്കെ കയാക്കിങ്ങിനൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. മലമുകളിൽ നിന്ന് ഞങ്ങൾ 2 ഭാഗവും നോക്കി കണ്ട ശേഷം പിന്നൊരു ദിവസം ഇവിടെ വന്ന് ഫുൾ കവർ ചെയ്യാമെന്ന് കരുതി തിരിച്ചു പോകാനൊരുങ്ങി. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഞങ്ങളുടെ ഈ വ്ളോഗ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.